വിദഗ്ധ ഇപ്പോൾ ഇതിൽ നേതൃത്വം നൽകുന്ന പോകുന്ന ഈശ്വറാണ്. നിങ്ങൾ 8 പേരാണ് വന്നിരിക്കുന്നത് അല്ലേ? 8 പേരുണ്ട്. 8 പേര്. ഇന്നിപ്പോ നിങ്ങൾ എവിടെ? നിങ്ങളെ മാൽപ്പയിൽ നിന്നുള്ള ആളുകളാണ്? മാൽപ്പേ നമ്മൾ ഫിഷർമാൻ ಮತ್ತೆ ഈ സ്കൂബ ഡൈവിംഗിന്റെ എക്സ്പോർട്ട് വന്ന് ഞങ്ങൾ ഒത്തിരി ഒരു 1000 ബോഡി എടുത്തിട്ടുണ്ട് ഒത്തിരി ഈ കർണാടകത്തിലെ. ഇവിടെ ഇപ്പൊ വലിയ ഒഴുക്കാണ് നദി. അത് കാണാൻ വയ്യ. നമ്മൾ അതല്ല നമ്മൾ ഒരു പ്രശ്നം നമ്മൾ കയ്യിൽ മുട്ടിട്ട് ഇപ്പോൾ ബോഡി ചെയ്ത് വണ്ടി ചെയ്ത് പിന്നെ അത് തകർച്ചിട്ട് എല്ലാം ആരെല്ലാം വീണിട്ടുണ്ട്. ഞങ്ങൾ പർസൻ ഞാൻ മുട്ടിട്ട് കാണിക്കുന്നത് എന്നെ കണ്ണ് കാണാൻ വയ്യ. ഇപ്പൊ അവർ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. ആ പോയിന്റ് ഫസ്റ്റ് നേരത്തെ നോക്കും ഞങ്ങൾ. കരയിൽ നിന്ന് 150 മീറ്റർ ദൂരത്തിലുണ്ട് ആ ഒരു പോയിന്റ്. പിന്നെ അപ്പുറത്തപ്പുറത്ത് ഓരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഏത് പോയിന്റ് ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ ഒരു 5 പോയിന്റ് ഉണ്ട്. ആ 5 പോയിന്റ് കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒത്തിരി കമ്പിയെല്ലാം ഉണ്ട്, ചൂമ്പായിട്ട് കമ്പി. അപ്പോൾ നമ്മൾ സർജിച്ച് നമ്മൾ ഒരു സേഫ്റ്റി പണിട്ട് കീഴെ വില വന്നു. 8 പേരുണ്ട്. അപ്പൊ നിങ്ങൾ പോകുമ്പോഴും ഈ ഒഴുക്ക് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങള്, മണ്ണ്, ചെളി അതൊക്കെ ഉണ്ടാവില്ലേ? അത് നിങ്ങൾ എങ്ങനെയാ കിടക്കുക? ഇപ്പൊ ചളിയിൽ ഇപ്പൊ കീഴെ പോകുന്ന സമയത്ത് നമ്മൾ ഹാങ്കർ ഇടും. ഹാങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ നിൽക്കാൻ പറ്റൂലേ. അപ്പൊ ആ ഹാങ്കർ പിടിച്ചിട്ട് ഞങ്ങൾ കയറിലെ 3 കയറിട്ട് 3 ഹാങ്കർ ഇട്ടിട്ട് കീഴെ പിടിച്ച് ഞങ്ങൾ കയറിലെ ഇപ്പൊ കീഴെ ഒരു വണ്ടി അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടിട്ട് നോക്കണം. അല്ല, നിങ്ങളിപ്പോ സൈന്യത്തിന്റെ അവരുടെ നിർദ്ദേശപ്രകാരം വന്നതാണോ? എങ്ങനെയാണ് നിങ്ങൾ ഏത്? ഇല്ല, എക്സ്പ്രസ് നമ്മളെ ഇവിടെ എസ് പി സാറുണ്ട്, പിന്നെ DSP അവരെല്ലാം കൂപ്പിട്ടിട്ടുണ്ട്. ഒത്തിരി നാളായിട്ട് ഇവിടെ കിട്ടിയില്ലേ. അതിന് ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. എത്ര മണിക്ക് തുടങ്ങും? ഇപ്പൊ 11 മണിക്ക് തുടങ്ങും. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്, പരിചയമുണ്ട്. ഇപ്പൊ ഒത്തിരി നമ്മളിപ്പോ കർണാടകത്തിലെ ഒരു 1000 ബോഡി ഒരു 1000 എല്ലാം ഇപ്പൊ പോലീസുകാർ എല്ലാം 6 കിട്ടില്ല. 5 നാളത്ത് പിന്നെ 6 നാളിൽ കിട്ടിയില്ലെങ്കിൽ 100 ഫീറ്റ് ഡീപ്പ് പോയിട്ട് കീഴെ ഡൈവ് പണിട്ട് ഞങ്ങൾ സ്കൂബ ഡൈവ് പണിട്ട് എടുക്കും. നാവികസേന തന്നെ മാറി നിൽക്കുകയാണ്, ഒഴുക്ക് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒഴുക്കുണ്ടെങ്കിൽ ഞങ്ങൾ കീഴെ പോയിട്ട് ഹാങ്കർ ഇടും. ഹാങ്കർ ഇട്ട സമയത്ത് നമ്മൾ മീൻ ഇങ്ങനെ കീഴെ പോകും. അതേ സമയത്ത് ഞങ്ങൾ ഒത്തിരി കേസ് ഇങ്ങനെ പണിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ണ് കാണാമെങ്കിൽ മുട്ടിട്ട് നോക്കുന്നത് എന്നാ വണ്ടിയല്ല ഇത് എന്ന് വീട് വിട്ടിട്ട് പിന്നെ എന്നെങ്കിലും നോക്കണം അവിടെ പോയിട്ട്. ഒത്തിരി വില ഇട്ടിട്ടുണ്ട് ഇവിടെ. ഒരു 100 ഫീറ്റ് വരെ പോകണം. 100 ഫീറ്റ്. അപ്പൊ നിങ്ങൾ ഇത് ആങ്കർ അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടോ? നമ്മളിത്തിരി ഇപ്പൊ ആങ്കർ ഉണ്ടെങ്കിൽ അത് മെറ്റിൽ പോയിട്ട് കീഴെ പിടിച്ച് വയ്ക്കും. പിന്നെ വേറെ കല്ലെല്ലാം വിട്ടിട്ട് ആവില്ല. അതിന് ഞങ്ങൾ 3 ആങ്കർ ഇട്ടിട്ട് പിന്നെ കയർ വലിച്ചിട്ട് കയറിൽ അടിയിൽ പിടിച്ചുകൊണ്ട് പോകും. കയർ വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും തട്ടും അവിടെ കീഴെ. അപ്പോൾ ചുമ്പയെല്ലാം കമ്പിയെല്ലാം തട്ടിയെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ കയർ പിടിച്ചുകൊണ്ടേ പോകും കീഴെ. ബോട്ടിൽ ഇപ്പോൾ അവർ റെസ്ക്യൂ ബോട്ടിന് 3 ബോട്ടുണ്ട്. ആ ബോട്ട് എടുത്തുകൊണ്ട് കീഴെ പോയിട്ട് 3 ആങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ പോകും. നിങ്ങളുടെ ടീമിന്റെ പേരാണ് ഈശ്വർ മാൽപ്പേ ടീം. എൻ്റെ പേര് ഈശ്വർ. എൻ്റെ പേര്. അപ്പോൾ ഞാൻ നേരത്തെ ഒട്ടിക്കിരുന്ന് പിന്നെ എല്ലാം നമ്മൾ ആൾക്കാരെല്ലാം കൂട്ടി പിന്നെ ടീമാക്കി. നമ്മൾ ഒരു യൂട്യൂബ് ഉണ്ട്, ഈശ്വർ മാൽപ്പേ യൂട്യൂബ് ഉണ്ട്. അത് എല്ലാം ആക്കിയിട്ടുണ്ട്. 1 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് അതില്. 20 ഇയേഴ്സ്. ഇപ്പൊ ഒരു നമ്മൾ നോക്കണം. ಯಾಕಂದ್ರೆ ಕೀಳೆ ನಾನು ಕಂಡಿಲ್ಲ. ಕೀಳೆ പോയിട്ട് ಪಾಯಿಂಟ್ ನೋಕಿಟ್ಟು ಆಮೇಲೆ ಭಗವನ್ಲ പിന്നെ ಎಲ್ಲರೂ ಅರ್ಜುನಲ್ಲ ಆಳು ಉಳ್ಳುಂಟು ಅವಳವರು ಬದುಕಿ ರಕ್ಷಿಸಲಿ 3 ആൾ കീഴെ ഉണ്ട്. പിന്നെ എല്ലാവരും കിട്ടിട്ടെന്ന് ഭഗവാനിലെ ഒരു പ്രാർത്ഥന പണിയിട്ട് കീഴെ പോകും. അല്ല ഓർമ്മ മെനഞ്ഞാൽ ഞങ്ങളെ വീഡിയോ എല്ലാം பார்த்துட்டு ஒரு 6 நாள் ஒரு இதுன்னு சொல்லி ஆட்டில் நம்ம பகவான்ல ஒரு பிரார்த்திக்கணும். அவனை ஜீவந்தாக்கி இருக்கு. അത് ഇപ്പൊ ഞാൻ കീഴെ പോയിട്ട് ഞങ്ങൾ വണ്ടി തട്ടിയേ കൊത്താവും. ഇപ്പൊ ഗ്ലാസ് പൊടിച്ചിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും പൊട്ടിട്ടുണ്ട്. ഗ്ലാസ് പൊടിച്ചിട്ടുണ്ട്, ആൾ നിൽക്കാൻ വയ്യ, വെളിയിൽ പോകും. ഇപ്പൊ ഇവിടെ ബോഡി കിട്ടിയില്ല. അപ്പൊ ആള് ഉള്ളൂന്ന് ഒരു ഓർമ്മ ഇருக்கு. ഇല്ല ഇന്ന കളക്ക് വെള്ളത്തില് ഒത്തിരി ഞങ്ങൾ വേലയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കറണ്ട് ഇതിന്റെ പ്രഷർ ആ പ്രഷർ ഒരു 60 ഫീറ്റില് റോഡിലെ വണ്ടി എങ്ങനെ പോകും അതേ സ്പീഡിൽ തണ്ണി അടിയിൽ പോകും. അതിൽ ഞങ്ങളിപ്പോൾ കീഴെ ഒരു ഹാങ്കർ ഇട്ടിട്ട് കീഴെ പോകും. അപ്പോൾ അവിടെ നദിയുടെ അടിയിൽ പോയിട്ട് ദൗത്യമേറ്റെടുക്കുകയാണ് കടലിന്റെ മക്കൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ദൗത്യരംഗത്തേക്ക് വരികയാണ്. കടലിൽ ഈ മുമ്പ് പലപ്പോഴും മുങ്ങി ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അവരുടെ പരിചയം
ഇവിടെ സാധ്യമാകുമോ, ഇവിടെ ഉപയോഗിക്കാൻ കഴിയും എന്നത് പ്രതീക്ഷയിലാണ്. അങ്ങനെയാണ് ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ എത്തുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ 1000-ലധികം ഇതുപോലെ മുങ്ങി മൃതദേഹങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് പരിചയം തങ്ങൾക്കുണ്ടെന്നൊക്കെയാണ് അവർ